അങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കി മാനസികയുടെ ചീട്ട് കൊട്ടാരം പൊളിച്ചടക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ദേവ്ജി. ഇന്നത്തെ എപ്പിസോഡിൽ അന്തനെ കാണിക്കുന്ന കൃഷി സമരക്കാരുമായി സംസാരിച്ച് വീട്ടിലകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് കേണൽ വരികയാണ്. കേണലിനെ കാണുമ്പോൾ തന്നെ കൃഷി ഒന്ന് പതറുകയാണ്. തുടർന്ന് കേണൽ പിന്നെ കൃഷ്ണനോട് എന്തായി കാര്യങ്ങളെന്ന് നല്ല ഗൗരവത്തിൽ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഞാൻ സംസാരിച്ച് അപ്പോഴേക്കും കേണൽ തോക്കിന്റെ അകത്ത് കയറി വെടിവെക്കുകയാണ്. എനിക്ക് നിന്റെ വിശദീകരണം ഒന്നും കേൾക്കണ്ട, യെസ് ഓർ നോ, നീ പോയിട്ട് കാര്യം നടന്നോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മധു ഇല്ല സാർ, കാര്യങ്ങൾ നടന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കേണൽ പിന്നെ കൃഷ്ണനെ കളിയാക്കുകയാണ്. അപ്പോൾ നീ പോയിട്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല അല്ലേ, അപ്പോൾ തന്നെ കൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ല അല്ലേ. എന്നാൽ അത് കേട്ട് കൃഷി ആ വാസുവിക്ക് അനാവശ്യമായ അഹങ്കാരമാണ്, ആ വട്ടനയ്യപ്പനാണെങ്കിൽ കൊല്ലാനാണ് നടക്കുന്നത്. എന്നാൽ അത് കേട്ട് കേണൽ പിന്നെ കൃഷ്ണി ഒന്ന് കളിയാക്കുകയാണ്. ഇങ്ങനെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് സംസാരിച്ച് തീർക്കാനാണെങ്കിൽ മൂന്നാമതൊരാളുടെ സഹായം എനിക്ക് വേണ്ട കാര്യമില്ലല്ലോ. ആ ദേവ്ജി എന്നെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്, നിനക്ക് ഒടുക്കത്തെ കഴിവാണ്, ഭയങ്കര ടാലന്റ് ആണ്, നീ വിചാരിച്ചാൽ പുഷ്പം പോലെ പ്രശ്നങ്ങളെല്ലാം തീർക്കുമെന്ന് പറഞ്ഞിട്ടാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വരുത്തിയത്. അലിഗയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നീ പരിഹരിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാലോ കൃഷി, നിന്നെ കൊണ്ട് ഒരു ചുക്കിനും സാധിക്കില്ല. കാരണം മരം അധ്വാനിച്ചുണ്ടാക്കിയത് തിന്നു മുടിക്കാനേ നിന്നെ കൊണ്ട് സാധിക്കൂ. ഒരു അയ്യപ്പനെയും വാസുകിയും നേരിടാൻ അറിയാത്ത ഒരുത്തനെ ഫാക്ടറി തുറക്കാൻ ഏൽപ്പിച്ചു. ഞാൻ എന്നേക്കുമായിട്ട് ആ ഫാക്ടറി പൂട്ടിയിടാൻ പോവുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി അയ്യോ സാർ എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും കേണൽ വീണ്ടും കൃഷ്ണനോട് കഴിവില്ലാത്തവർ എന്നെ ഉപദേശിക്കാൻ വരണ്ട, എന്നാൽ അത് കൃഷിന് ശരിക്കും കൊള്ളുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കേണലിനോട് അയ്യോ സാർ, സാറിന്റെ വ്യക്തിത്വത്തെ അപമാനിക്കരുത്. എന്നാൽ അത് കേട്ട് കേണൽ വീണ്ടും കൃഷ്ണൻ കളിയാക്കുകയാണ്. നിനക്കതിന് എന്ത് വ്യക്തിത്വമാണ് ഉള്ളത്, എന്തിലാ നിനക്ക് കഴിവുള്ളതെന്ന് ചോദിക്കുകയാണ്. ഇനി അഥവാ വല്ല കഴിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി തോന്നണം, മറ്റുള്ളവരെ കൊണ്ട് അത് തോന്നിപ്പിക്കണം. നിന്നെ കുറിച്ചുള്ള ഒരു ജഡ്ജ്മെന്റ് ഞാൻ പറയട്ടെ, നീ ഒരു സമ്പൂർണ്ണ പരാജയമാണ്. അങ്ങനെ മധുവിനെ മുന്നിൽ നിർത്തി കൃഷ്ണനെ കളിയാക്കി നാറ്റിച്ചു വിട്ടിരിക്കുകയാണ് കേണൽ. മിലിറ്ററിയിലായിരുന്നെങ്കിൽ താൻ ജീവിതാവസാനം വരെ അവിടുത്തെ ഓഫീസർമാരുടെ തുണി അലക്കാൻ, ഷൂ പോളിഷ് ചെയ്യുക, ഇതൊക്കെയായിരിക്കും നീ ചെയ്യുക. നിന്നെ കൊണ്ടൊക്കെ അതിനെ പറ്റൂ. ദേവ്ജി എന്നോട് നിന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ദേവ്ജിയോട് ചോദിച്ചതാണ്, സാഗറിന്റെ തണലിൽ നിന്നല്ലേ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ എന്നോട് പറഞ്ഞത് കൃഷി ഇപ്പോൾ സാഗർ എന്ന ടാഗ് നെയിം എടുത്തു മാറ്റി കൃഷി ഇപ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നാണ്. അച്ഛന്റെ സഹായമില്ലാതെ കൃഷി എല്ലാം ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങിയെന്നാണ് ദേവ്ജി എന്നോട് പറഞ്ഞത്. പക്ഷെ നീ ഇവിടെ എത്തിയപ്പോൾ കൊള്ളാം, നല്ല അന്തരീക്ഷം, ഹണിമൂണിന് പറ്റിയ അന്തരീക്ഷം, നീ ഇത് എൻജോയ് ചെയ്ത് നടക്കുകയാണ്. കാറ്റ്, സമയ ഭക്ഷണം, കൂടെ ഗേൾഫ്രണ്ടുമായിട്ട് നീ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണന് നല്ല ദേഷ്യം വരികയാണ്. സാർ, എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതെന്ന് പറയുകയാണ് കൃഷ്ണൻ. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കേണൽ പിന്നെ കൃഷ്ണന്റെ മുഖത്ത് നോക്കി ഷട്ടപ്പ് എന്ന് നീട്ടി വിളിക്കുകയാണ്. ഇത് എന്റെ വീട്, ഇത് എന്റെ സാമ്രാജ്യം, ഇവിടെ എന്ത് പറയണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എനിക്കറിയാം, വേറൊരാളുടെ ഉപദേശം എനിക്ക് വേണ്ട. ഇവിടെ ഞാൻ പറയും, മറ്റുള്ളവർ അത് കേട്ടാൽ മാത്രം മതി. യു ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കേണൽ ആ കൂളിംഗ് ഗ്ലാസ്, സൺഗ്ലാസ് മുഖത്ത് വെച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. തുടർന്ന് കേണൽ അവിടുന്ന് പോയ ശേഷം കൃഷി ആ ദേഷ്യം തീർക്കുന്ന മധുവിന്റെ മേത്തേക്കാണ്. മധുവിനോട് പിന്നെ കൃഷി നല്ല ദേഷ്യത്തിൽ എന്നെ കുറിച്ച് അയാൾക്ക് അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ മധു പിന്നെ കൃഷ്ണനെ ഒന്ന് കളിയാക്കുകയാണ്. അത് സാറ് പറഞ്ഞ കറക്റ്റ് തന്നെയാണ്, എനിക്ക് സാറിനെ കുറിച്ച് ഇതുവരെ അറിഞ്ഞൂടായിരുന്നു, പക്ഷെ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങി. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഷീല വരികയാണ്. തുടർന്ന് ഷീല പിന്നെ കൃഷ്ണയോട് ഭക്ഷണം കഴിക്കണ്ടേ, വാ ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ മധു പിന്നെ ഷീലയോട് കൃഷ്ണയെ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്, വേണ്ടടി കൃഷ് സാറിന്റെ വയറ് നിറഞ്ഞു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൃഷ് അവിടുന്ന് പിണങ്ങി പോവുകയാണ്. നല്ല ദേഷ്യത്തിലാണ് അവിടുന്ന് പോകുന്നത്. തുടർന്ന് ഷീല പിന്നെ മധുവിനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മധു ഇവിടെ ഏറ്റവും ആദ്യം വന്നപ്പോൾ നമുക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് സംഭവിച്ചത്. എന്നാൽ അത് കേൾക്കുമ്പോൾ ഷീലയ്ക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ്. കേണലിന്റെ വായിൽ നിന്ന് കൃഷ്ണന് ശരിക്ക് കിട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലായിരിക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി ആ റിസോർട്ടിന്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കളിച്ചു തുള്ളിക്കൊണ്ട് എന്തോ ആലോചിച്ചുകൊണ്ട് കൃഷി വരുന്ന കൺമണി കാണുകയാണ്. തുടർന്ന് കൺമണി കൃഷ്ണ കണ്ട് സന്തോഷത്തിൽ വേഗം തന്നെ കൃഷ്ണ അടുത്ത് ചെന്നിട്ട് എന്തായി സാറേ, സമരക്കാരുമായിട്ട് സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണനെ കൊണ്ട് ഒന്നും തന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. അവരെന്താണ് പറഞ്ഞത്, അവർ സമരം പിൻവലിക്കാമെന്ന് സമ്മതിച്ചോ എന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് എനിക്കറിയാം, എന്നെ കളിയാക്കാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്, നീ എല്ലാം പറഞ്ഞിട്ട് എന്നെ കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണയോട് സാർ ഇതെന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ്. ഉള്ള ആത്മവിശ്വാസം കൂടി കളയാൻ നോക്കുകയാണ് വേറെ ചിലർ. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണയോട് എന്ത് പറ്റി സാർ, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. സമരം ഒത്തുതീർപ്പാക്കാൻ വാസുക്കി സമ്മതിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ അവര് പറഞ്ഞതോ പോട്ടെ, പക്ഷെ കേണൽ എന്നെ ഒരുപാട് അപമാനിച്ചു, എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തു. ആ കേണലിന് മുന്നിൽ ഞാൻ ഇപ്പോൾ ഒരു പരിഹാസപാത്രമാണ്. കേണൽ കഴിഞ്ഞ് ഇപ്പോൾ മധു വരെ ഇപ്പോൾ എന്നെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ കളിയാക്കലാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്.
എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല കൺമണി. എന്നാൽ അത് കേട്ട് കൺമണി കൃഷ്ണന്റെ കൈ പിടിച്ച് കൃഷ്ണ മോട്ടിവേഷൻ കൊടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. തുടർന്ന് കൃഷി വീണ്ടും കൺമണിയോട് എനിക്ക് പറ്റുന്നില്ല കൺമണി, ഭൂമി ഇടിഞ്ഞ് താഴെ വീഴുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ്. മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുക അതൊരു ഭീകരാവസ്ഥയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണ ആശ്വസിപ്പിക്കുകയാണ്. സാർ വിഷമിക്കല്ല സാർ, ഞാൻ ഉണ്ട് സാറിന്റെ കൂടെ. സത്യം പറഞ്ഞാൽ സാർ ഇത് പറഞ്ഞപ്പോൾ എനിക്കും വിഷമമായി സാർ. പിന്നെ ഈ ഒരു അപമാനം സാറിന്റെ മനസ്സിൽ കൊള്ളാൻ കാരണം എന്താണെന്ന് സാറിന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് കൃഷി എനിക്ക് അത് അറിയില്ല എന്ന് പറയുമ്പോൾ കൺമണി സാറിന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്. സാർ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അനുഭവിച്ചറിയുന്നത്. അതുകൊണ്ടാണ് സാറിന് ഇത് താങ്ങാൻ പറ്റാത്തത്. എന്നെ പോലെയുള്ളവർ ജീവിതത്തിൽ എല്ലാ ദിവസവും അനുഭവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. തല താഴ്ത്തി ഇരുന്നിട്ടുണ്ട്, ആരും കാണാതെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ചത്താൽ മതിയെന്ന് വരെ തോന്നിയിട്ടുണ്ട്. സാർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സാർ തന്നെ എന്നെ എത്രയോ തവണ ഇതുപോലെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഇതിലും മോശമായിട്ട് സാർ എന്നെ പല തവണ അവഹേളിച്ചിട്ടുണ്ട്. എന്നാൽ അത് കേട്ട് കൃഷി പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ്. കൺമണി കൃഷി ആദ്യമായി കണ്ടുമുട്ടിയത് മുതലുള്ള കാര്യങ്ങൾ കൃഷി ഓർത്തെടുക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് സത്യമാണ് കൺമണി പറഞ്ഞ സത്യം തന്നെയാണ്, ഞാൻ കൺമണിയെ പല തവണ ഇതുപോലെ ആക്ഷേപിച്ചിട്ടുണ്ട്, സോറി കൺമണി. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ, ഇതൊക്കെ ഞാൻ സാറിനെ ഓർമ്മപ്പെടുത്തിയതല്ല, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞതാണ്. തുറന്ന് കൺമണി പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ കൺമണി എനിക്കിത് പറ്റില്ല കൺമണി. എന്നാൽ അത് കേട്ട് കൺമണി ചാർജ് ആവുകയാണ്. തുറന്ന് കൺമണി പിന്നെ കൃഷ്ണനോട് എങ്ങനെ പറ്റില്ല എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണനോട് സാർ അതിന്റെ കാരണം പറയാൻ ആവശ്യപ്പെടുകയാണ്. തുറന്ന് കൃഷ്ണൻ ഞാൻ സമരക്കാരോട് സംസാരിച്ചിരുന്നു, അവർക്ക് അതിനോട് താല്പര്യമില്ല. എന്നാൽ അത് കേട്ട് കൺമണി സാർ അതിനെ അവരുമായിട്ട് ഒരു തവണയല്ലേ സംസാരിച്ചുള്ളൂ, ഒരു വലിയ സംരംഭം ഒറ്റ പ്രാവശ്യം കൊണ്ട് ജയിക്കുമോ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണനോട് കൺമണി. ജയിക്കുന്നവരൊക്കെ എത്ര പ്രാവശ്യം പരിശ്രമിച്ചിട്ടായിരിക്കും അവസാനത്തെ ശ്രമത്തിൽ വിജയിച്ചിട്ടുണ്ടാവുക. ഈ വേറെ ഉദാഹരണമൊക്കെ വിടാം, നമുക്ക് നമ്മുടെ കാര്യം തന്നെ പറയാം. നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ഏറ്റവും സ്നേഹത്തിലല്ലേ, നമ്മൾ ഏറ്റവും ആദ്യം കണ്ടുമുട്ടിയത് എങ്ങനെയാണ്, ആ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ തന്നെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണൻ അല്ല കൺമണി, നമ്മൾ ഏറ്റവും ആദ്യം കണ്ടുമുട്ടിയ സമയത്ത് നമ്മൾ രണ്ടുപേരും ശത്രുക്കളായിരുന്നു, സാറിനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റിയിട്ടുള്ളതാണ്. ഇപ്പോഴോ ജീവിതത്തിൽ ഒരു നിമിഷം പോലും പിരിയാൻ പറ്റാത്തവരായി നമ്മളെ ഒന്നിച്ചിരിക്കുകയാണ്. അന്ന് ആ വഴക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ പിരിഞ്ഞിരുന്നെങ്കിലോ എന്ന് ചോദിക്കുകയാണ് കൺമണി കൃഷ്ണനോട്. എന്നാൽ അത് കേട്ട് കൃഷ്ണ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല. തുടർന്ന് കൺമണി അടുത്ത ഉദാഹരണം പറയുകയാണ്. സാറിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. സാർ എന്നോട് മുത്തുകാവ് ചോദിച്ചപ്പോൾ ഞാൻ സാറിന് മുത്തുകാവ് തന്നോ? ഇല്ലല്ലോ. സാറിന് മുത്തുകാവ് അത്യാവശ്യമായിരുന്നു. സാർ ആ മുത്തുകാവ് ചോദിച്ച് എന്റെ പിന്നാലെ എത്ര തവണ നടന്നിരിക്കുന്നതോ, ഇപ്പോൾ ചോദിക്കാതെ തന്നെ ഞാൻ മുത്തുകാവ് സാറിന് തരുന്നില്ലേ. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒരു കള്ളച്ചിരിയാണ്. ഇപ്പോൾ കൃഷ്ണ കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് അത് ശരിയാണല്ലോ കൺമണി, അത് വലിയൊരു സത്യം തന്നെയാണെന്ന് പറയുകയാണ്. അങ്ങനെ പറയേണ്ട പോലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കൃഷ്ണൻ മനസ്സിലായിരിക്കുകയാണ്. മുത്തുകാവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കൃഷ്ണ കത്തിയത്. തുടർന്ന് കൺമണി ഈ സമരം എന്ന് പറയുന്നത് എന്റെ മുത്തുകാവാണെന്ന് സാറൊന്ന് തീരുമാനിച്ചോളാൻ പറയുകയാണ്. അതല്ലെങ്കിൽ എന്റെ മുത്തുകാവാണെന്ന് സാറ് തീരുമാനിച്ചാൽ മതി, നമുക്കത് കിട്ടിയേ പറ്റുന്ന 100% ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് കിട്ടിയിരിക്കും. പിന്നെ സാർ എന്റെ മുന്നിൽ വെച്ചാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നത്, അതിൽ നിന്ന് പിന്മാറിയാൽ സാറിന് കുഴപ്പമില്ല, പക്ഷെ അത് എനിക്കൊരു നാണക്കേടാണ്, എനിക്കൊരു കുറച്ചിലാണ്. സാർ തോറ്റാൽ അത് എന്റെ അഭിമാനത്തിന് ഒരു ക്ഷീണമുണ്ടാക്കും. ഞാൻ ജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സാറാണെങ്കിൽ സാർ ജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. അതുകൊണ്ട് എന്റെ അഭിമാനം രക്ഷിക്കാൻ സാർ ജയിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ സാർ എനിക്ക് വേണ്ടി ഈ ചാലഞ്ച് ജയിച്ചു വരാൻ പറയുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണി പറയുന്നതെല്ലാം ഇപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുകയാണ്. ഞാൻ എന്റെ മനസ്സാകെ തളർന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ കൺമണി അതിലേക്ക് തീക്കണൽ കോരിയിട്ട് എന്നെ ചാർജ് ആക്കിയിരിക്കുകയാണ്. നോക്കിക്കോ കൺമണി, കൃത്യം ഫോർമുല വെച്ച് ഞാൻ ഈ സമരം ഒത്തുതീർപ്പാക്കിയിരിക്കും. കൺമണിയുടെ അഭിമാനം ഞാൻ ഉയർത്തിയിരിക്കും. നിനക്ക് വേണ്ടി, നിന്റെ അഭിമാനത്തിന് വേണ്ടി, നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്ന ഒരു സമ്മാനമായിരിക്കും ഈ സമരം ഒത്തുതീർപ്പാക്കുക. അത് ഞാൻ നടത്തിയിരിക്കും കൺമണി. എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ഈ സമരം ഒത്തുതീർപ്പാക്കിയാൽ നീ എനിക്ക് എന്ത് സമ്മാനം തിരിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി വലിയ ബിൽഡപ്പ് എല്ലാം കൊടുത്ത് അതൊക്കെയുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി എന്താണ് ആ സമ്മാനം എന്ന് ചോദിക്കുകയാണ്. മുത്തുകവാണോ എന്ന് ചോദിക്കുകയാണ്. വീണ്ടും കൺമണി വലിയ ബിൽഡപ്പ് എല്ലാം കൊടുത്ത് എന്ന് നീട്ടി മൂടുകയാണ്. മുത്തുകവ് ആണെങ്കിൽ എന്ന് ചോദിക്കുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് കൃഷി എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ആ മുത്തുകവിന്റെ അഡ്വാൻസ് ആദ്യം തന്നെ തന്നോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി എന്താന്ന് ചോദിക്കുമ്പോൾ കൃഷി അതായത് കൺമണി അന്ന് തരുന്ന മുത്തുകവ് ഉണ്ടല്ലോ അതിന്റെ അഡ്വാൻസ് ഇപ്പോൾ തന്നെ കുറച്ച് തന്നോളാൻ പറയുകയാണ്. അന്ന് ഒരു 5 തരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു 2 ഇപ്പോൾ തന്നെ തന്നോളാൻ പറയുകയാണ് എന്നുള്ളത്. എന്നാൽ അത് കേട്ട് കൺമണി അതിന് ഞാൻ അന്ന് ഒരു മുത്തുകവാണ് തരാൻ ഉദ്ദേശിക്കുന്നതെങ്കിലോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്.
എന്നാൽ അത് കേട്ട് കൃഷ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു അര മുത്തുകവ് തന്നാൽ മതി. തുറന്ന് കൃഷി എങ്കിൽ പോരട്ടെ, അര മുത്തുകവ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കവിള് നീട്ടുകയാണ്. തുറന്ന കൺമണി കൃഷിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. എന്നാൽ അത് കണ്ട് സന്തോഷവാനായ കൃഷ് കൺമണിയുടെ കവിളിൽ ഉമ്മ വയ്ക്കുകയാണ്. അതിനുശേഷം കൺമണിയെ തിരിച്ചു നിർത്തി കൺമണിയുടെ മുഖത്ത് കൃഷി എന്തോ ചെയ്യുകയാണ്. അതായിരിക്കില്ല, കൺമണിയുടെ കണ്ണിലല്ല, പൊടി പോയതായിരിക്കും, പൊടി ഊതി കൊടുത്തതായിരിക്കും. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ അത് കണ്ട് കൺമണി ഒന്ന് ഷോക്ക് ആവുകയാണ്. തുറന്ന് കൺമണി കൃഷിനെ പുറത്തേക്ക് തള്ളുകയാണ്. കട്ട കലിപ്പിൽ ഇങ്ങനെ കണ്ണും തുറപ്പിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കൺമണി കൃഷിനെ. എടാ മഹാബാബി, അത് ഷൂട്ടിംഗ് ആയിരുന്നില്ലേ അപ്പോൾ? തുറന്ന് കൃഷി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷിന്റെ പുറകെ ഓടിച്ചെല്ലുകയാണ്. ഹേയ് നിൽക്കട അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി കൃഷിനെ പിടിക്കാൻ വേണ്ടി പുറകെ ചെല്ലുകയാണ്. തുറന്ന് കാണിക്കുന്ന സാഗറും ദേവ്ജിയും കൂടി സീരിയസ് ആയിട്ടിരുന്ന് സംസാരിക്കുകയാണ്. തുറന്ന് സാഗർ പിന്നെ ദേവ്ജിയോട് അങ്ങനെ ബലരാമനെതിരെയുള്ള കേസ് ഞാൻ പിൻവലിച്ചു, ബലരാമൻ അധികം വൈകാതെ പുറത്തിറങ്ങുമെന്ന് പറയുകയാണ്. അവന്റെ ബാക്കി ജീവിതം ജയിലിൽ തന്നെ ആകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നിട്ട് ഇപ്പോൾ സംഭവിച്ചത് കണ്ടില്ലേ ദേവ്ജി? ഇപ്പോൾ ഞാൻ തന്നെ അവന് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ നടക്കുന്നു. അറിയുന്നവരെല്ലാം ഇപ്പോൾ അതിശയിച്ചു നിൽക്കുകയാണ് എനിക്കിത് എന്താണ് പറ്റിയതെന്ന്. ഞാൻ ബലരാമനെ കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആവശ്യപ്പെട്ടത് എന്റെ മോൾ കൃപയാണ്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. കൃപയ്ക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയതറിഞ്ഞ് ഞാനും സുജാതയും സന്തോഷത്തിന്റെ ഉച്ചകോടിയിലായിരുന്നു. അപ്പോഴാ അവൾ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനൊരു ആവശ്യം ഞങ്ങളോട് പറഞ്ഞത്. ആദ്യം ഞങ്ങൾ കരുതിയത് കൃപയ്ക്ക് സ്വബോധം നഷ്ടപ്പെട്ടു കാണുമെന്നാണ്. പക്ഷെ അവൾ വീണ്ടും തർപ്പിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അവൾക്ക് സ്വബോധം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവൾ വളരെ കൃത്യമായി പറഞ്ഞു, എന്റെ ഏട്ടനെ പോലെ തോന്നുന്നു, അയാളെ ജയിലിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുപോവാ. അവൾ അതിൽ ഉറച്ചു തന്നെ നിന്നു. പക്ഷെ ബലരാമനെ കേൾപ്പിക്കുന്നതിന് വേണ്ടി അവൾ എന്റെ കൈവശം ഒരു വോയിസ് ക്ലിപ്പ് കൂടി അയച്ചു തന്നിരുന്നു. എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ സാഗറിനോട് എന്തായിരുന്നു ആ മെസ്സേജ് എന്ന് ചോദിക്കുകയാണ്. തുറന്ന് സാഗർ, ഞാൻ ആ മെസ്സേജ് കേട്ടില്ല ദേവ്ജി, അത് അവളുടെ സ്വകാര്യതയായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുകയാണ് സാഗർ. പക്ഷെ അവളുടെ വോയിസ് കേട്ട് ബലരാമൻ എനിക്ക് എന്റെ ഫോൺ തിരിച്ചു തരുമ്പോൾ ബലരാമൻ ആകെ ഒന്ന് പതറിയിരുന്നു. അയാൾ ആകെ ഒലഞ്ഞിരുന്നു. അയാളെ സഹോദരനായി കണ്ട് കൃപ അയാൾക്ക് അയച്ച മെസ്സേജ് ആയിരിക്കാം അത്. അവൾ അയാളെ ഏട്ടന്റെ സ്ഥാനത്ത് കരുതുന്നുണ്ടാകാം. എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ മനസ്സിൽ ചിന്തിക്കുന്ന അത് തന്നെയാണ് സാഗർ സത്യം. ജയിലിനകത്ത് ആരെങ്കിലും ഒന്ന് അയാളെ കൊന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചാൽ ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞിരുന്നത്. പക്ഷെ എന്റെ മോൾക്ക് വേണ്ടി ഞാൻ വീണ്ടും ബലരാമന് ഒരു ജീവിതം കൊടുത്തു. എന്നാൽ അത് കേട്ട് സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ് ദേവ്ജി. എല്ലാം നല്ലതിനാകും സാഗർ, അങ്ങനെ ഓർത്ത് സമാധാനപ്പെടാൻ പറയുകയാണ്. തുടർന്ന് സാഗർ വീണ്ടും ദേവ്ജിയോട് ബലരാമന്റെ കാര്യത്തിൽ തീരുമാനമായപ്പോൾ ആ അഡ്വക്കേറ്റ് ഷൺമുഖദാസ് വീണ്ടും അടുത്ത കേസ് കുത്തിപ്പൊക്കി വരുന്നുണ്ട്, ഞങ്ങളുടെ ആദ്യത്തെ കുട്ടിയെ കുറിച്ചുള്ള കേസ്. എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ്. സാഗർ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുകയാണ്, പേടിക്കുകയാണ്. തുടർന്ന് സാഗർ തന്റെ മനസ്സിലെ സംശയം ദേവ്ജിയോട് ചോദിക്കുകയാണ്. എന്നാലും ആശുപത്രിയിലെ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് കാണാതെ പോയത്? ആശുപത്രി ഡോക്യുമെന്റ്സിൽ സുജാത ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് വരെയുണ്ട്. പക്ഷെ അതിനുശേഷമുള്ളതൊന്നും ആ ഡോക്യുമെന്റിൽ കാണാനില്ല എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഷൺമുഖദാസ് പറഞ്ഞതിലും കാര്യമില്ലേ എന്ന് ചോദിക്കുകയാണ് സാഗർ. എന്നാൽ അത് കേട്ട് ദേവ്ജി, കാശിന് വേണ്ടിയാണ് ഷൺമുഖദാസ് നിന്റെ പുറകെ കെട്ടി തൂങ്ങി നടക്കുന്നത്. എന്നാൽ അത് കേട്ട് സാഗർ, അതൊക്കെ ദേവ്ജി പറയുന്നത് സത്യം തന്നെയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ജൂബിലി ഹോസ്പിറ്റൽസിലെ ആ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് മിസ്സായതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ മനസ്സിൽ പറയുന്നത്, അന്ന് ആ ജൂബിലി ഹോസ്പിറ്റലിൽ നിന്റെ ഭാര്യ സുജാത ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നു, ആ കുട്ടിയാണ് ബലരാമൻ. തുടർന്ന് ദേവ്ജി വീണ്ടും സാഗറിനോട്, സാഗർ ഇപ്പോൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ കൃപയുടെ അടുത്തേക്ക് ജർമ്മനിയിലേക്ക് തിരിച്ചു പോവുക, ആ ഷൺമുഖദാസിനെ കുറിച്ചും ബലരാമനെ കുറിച്ചും മറക്കുക, അതാണ് സാഗർ ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ സാഗർ വീണ്ടും ദേവ്ജിയോട്, എങ്ങനെ പോകാൻ സമാധാനത്തോടുകൂടി എങ്ങനെ പോകാൻ സാധിക്കും ദേവ്ജി? ആ ജൂബിലി ഹോസ്പിറ്റലും ബാക്കിയെല്ലാം ഞാൻ മറക്കാം, പക്ഷെ കൃഷിന്റെ കാര്യമോ എന്ന് ചോദിക്കുകയാണ്. കൃഷി ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് സമാധാനത്തോടു കൂടി ജർമ്മനിയിലേക്ക് പോകാൻ സാധിക്കുക? എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ സാഗറിനോട് നല്ല ഗൗരവത്തിൽ, കൃഷിന്റെ ഏത് കാര്യത്തിലാണ് സാഗറിന് ഇത്ര വലിയ മനസമാധാനക്കേടെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ ദേവ്ജിയോട്, അവനിങ്ങനെ മാനസിക തള്ളിക്കളഞ്ഞ് കൺമണിയുടെ പുറകെ നടക്കുന്ന ഒരു സമാധാനക്കേട് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി, സാഗർ ഈ പറഞ്ഞത് ശരിയല്ല, കൃഷി മാനസിയെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന പ്രയോഗം തെറ്റാണെന്ന് പറയുകയാണ്. തള്ളിക്കളയണമെങ്കിൽ ആദ്യം കൃഷി മാനസിയെ സ്വീകരിച്ചിരിക്കണം. പറ സാഗർ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൃഷി മാനസിയെ സ്വീകരിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കൃഷി എപ്പോഴെങ്കിലും മാനസിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം നിങ്ങളോട് ആരോടെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആദ്യം മുതലേ കൃഷി വിവാഹത്തിനെ എതിർക്കുകയല്ലേ ചെയ്തത്? മാനസികമായിട്ടുള്ള വിവാഹത്തിന് ആദ്യം മുതലേ കൃഷി താല്പര്യമില്ലാതെ കൃഷി പലതവണ ആദ്യം മുതൽ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞ കാര്യം, ആ മോതിരം നിങ്ങൾ മനഃപൂർവ്വം ഇടിച്ചതല്ലേ, കൃഷ്ണനെ കൊണ്ട് മനഃപൂർവ്വം ഇടിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ലാതെ അവനായിട്ട് ഇട്ടതാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ വീണ്ടും പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. മാനസിയെ തനിക്ക് കല്യാണം കഴിക്കണ്ട എന്ന് കൃഷി സാഗറിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം സാഗർ ഓർത്തെടുക്കുകയാണ്.
കൃഷ്ണനെ കൊണ്ട് മാനസിയെ കല്യാണം കഴിപ്പിക്കാമെന്ന് നിങ്ങൾ ജയമോഹനും ഹേമയ്ക്ക് വാക്ക് കൊടുത്തു. അതല്ലാതെ കൃഷ ആവശ്യപ്പെട്ടിട്ടല്ല നിങ്ങൾ ഈ കല്യാണം ഉറപ്പിച്ചത്. അതിന് കൃഷ എന്ത് പഴിച്ചു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ദേവകിയുടെ ചോദ്യത്തിന് ഉത്തരം മുട്ടി നിൽക്കുകയാണ് സാഗർ. പിന്നെ താൻ സുജാതയെ പ്രേമിച്ചിട്ട് തന്നെയല്ലേ കല്യാണം കഴിച്ചത്? അന്ന് സുജാതയ്ക്ക് പകരം വേറെ വല്ലവരെയും കല്യാണം കഴിക്കാൻ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് സാഗർ സുജാതയെ ഉപേക്ഷിച്ച് അവരെ കല്യാണം കഴിക്കുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ദേവ്ജിയുടെ മൊന വെച്ച ചോദ്യത്തിന് മുന്നിൽ സാഗർ വീണ്ടും പതറുകയാണ്. സാഗർ വീണ്ടും ബബ്ബ അടിക്കുകയാണ്. തുടർന്ന് സാഗർ, ദേവ്ജി ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കിട്ടില്ല, സിലബസിലുള്ള കാര്യങ്ങൾ ചോദിക്കൂ ദേവ്ജി. തുടർന്ന് ദേവ്ജി പിന്നെ സാഗറിനെ കളിയാക്കിക്കൊണ്ട്, അത് ശരി, സാഗറിന് ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറയുന്നതാണ് ശരി, അതുകൊണ്ടാണ് സാഗറിന് ഉത്തരം മുട്ടിയത്. മറ്റുള്ളവർക്ക് കല്യാണം നടത്തി കൊടുത്ത് ബിരിയാണിയും കഴിച്ച് ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്ത് അവിടുന്ന് പോയാൽ മതി, ജീവിതം ജീവിക്കേണ്ടത് അവരാണ്. എന്നാൽ അത് കേട്ട് സാഗർ, ദേവ്ജി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, ശരി തന്നെയാണ്, പക്ഷെ മാനസികമായിട്ടുള്ള കല്യാണം വേണം നടക്കാൻ. പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് കൃഷും മാനസിയും തമ്മിലുള്ള വിവാഹം ഞാൻ ഉറപ്പിച്ചത്. എന്നാൽ അത് കേട്ട് ദേവ്ജി, പല കാര്യങ്ങളും ഇതുപോലെ നീ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചിട്ട് തന്നെയാണ് കൃഷും മാനസികമായിട്ടുള്ള വിവാഹം നടക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്. കൺമണിയാണ് കൃഷ്ണ യോജിക്കുന്ന കുട്ടി. കൃഷ്ണ നല്ല ഭാര്യയായും നിങ്ങൾക്ക് നല്ല മരുമകളായും അലികയ്ക്ക് നല്ല മേധാവിയായിട്ട് നിൽക്കും അവൾ. കൃഷ്ണ കല്യാണം കഴിച്ച് അലികയുടെ തലപ്പത്തേക്ക് കൺമണിയെ കൊണ്ടുപോവാ സാഗർ. കമ്പനിയുടെ മുഖച്ഛായ തന്നെ കൺമണി മാറ്റും. എന്നാൽ അത് കേട്ട് സാഗർ, മാനസിക്കും നല്ല ടാലന്റ് ഇല്ലേ ദേവ്ജി? ശങ്കർ മോഹന്റെ ആദ്യ പ്രോജക്ട് നേടിക്കൊടുത്ത അലികയ്ക്ക് പേരുണ്ടാക്കി കൊടുത്തത് മാനസിയല്ലേ? എന്നാൽ അത് കേട്ട് ദേവ്ജി സാഗറിന്റെ കിളി പറത്തുന്ന ഒരു മറുപടി കൊടുക്കുകയാണ്. സാഗറിന്റെ വിശ്വാസം സാഗറിനെ രക്ഷിക്കട്ടെ. എന്നാൽ അത് കേട്ട് സാഗർ ഒന്ന് ഞെട്ടുകയാണ്. ദേവ്ജി എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. എന്താണ് ദേവ്ജി, എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ദേവ്ജി, ഒന്നുമില്ല, ഞാൻ മാനസയുടെ മിടുക്കിനെ കുറിച്ചൊന്ന് ഓർത്ത് പോയതാണെന്ന് പറയുകയാണ്. എന്നാൽ ദേവ്ജിയുടെ ഈ മറുപടിയിലും ഈ നിൽപ്പിലും സാഗറിന് ഒരു പന്തികേട് തോന്നുകയാണ്. തുടർന്ന് വീണ്ടും സാഗർ, എന്താണ് ദേവ്ജി, എന്താണ് കാര്യം, എന്തായാലും എന്നോട് പറയാൻ ആവശ്യപ്പെടുകയാണ്. തുടർന്ന് ദേവ്ജി, ഒന്നുമില്ല സാഗർ. സാഗർ ധൈര്യമായിട്ട് ജർമ്മനിലേക്ക് പോയിക്കോളാൻ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗർ പിന്നെ ദേവ്ജിയോട്, ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കൃഷ്ണനെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി സാഗറിനോട്, ഞാൻ കഴിഞ്ഞ ദിവസം നിന്നോട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതല്ലേ, കൃഷും കൺമണി ഇപ്പോൾ പോയിരിക്കുന്ന അലികയ്ക്ക് ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ്, അവരെ കുറിച്ച് ഓർത്തൊന്നും നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് പോയി വന്നോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ ദേവ്ജിയോട്, എന്റെ ധൈര്യം ദേവ്ജിയാണെന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി കൃഷ്ണനോട് സംസാരിച്ച് കൃഷ്ണ മോട്ടിവേഷൻ എല്ലാം കൊടുത്ത് ആ റിസോർട്ടിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. എന്നാൽ ഈ സമയത്ത് കേണൽ കൺമണിയുടെ മുന്നിൽ വന്ന് പെടുകയാണ്. തുടർന്ന് കേണൽ പിന്നെ കൺമണിയോട് കുശലാന്വേഷണമാണ്. ഹലോ കൺമണി, കൂട്ടുകാരൻ സമരക്കാരെ കാണാൻ പോയിരുന്നല്ലേ, ഞാൻ അറിഞ്ഞു. എന്നാൽ അത് കേട്ട് കൺമണി നല്ല സന്തോഷത്തോടുകൂടി മറുപടി കൊടുക്കുകയാണ്. സാർ, കൃഷി അവരെ കാണാൻ പോയിരുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് കേണൽ, കൺമണിക്ക് എന്ത് തോന്നുന്നു, കൃഷി ചലഞ്ചിൽ ജയിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി നല്ല സന്തോഷത്തോടുകൂടി, ജയിക്കും സാർ, സാർ ഈ ചലഞ്ചിൽ ജയിക്കും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കേണൽ, കോപ്പ് ജയിക്കും, കൃഷി ചലഞ്ചിൽ തോറ്റിരിക്കും, തോറ്റ് തൊപ്പിട്ടിരിക്കും എന്ന് പറയുകയാണ്. എന്നാൽ കേണലിന്റെ മറുപടി കേട്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് കൺമണി. ഇയാൾ എന്തൊരു നെഗറ്റീവ് ഓളിയാണെന്ന രീതിയിൽ ചിന്തിച്ച് നിൽക്കുകയാണ് കൺമണി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.